നാളെ വീണ്ടും കാണാം എന്നതിന് പകരം ഇനി അടുത്ത വർഷം കാണാം എന്ന ക്ലീഷേ തമാശയുടെ ദിനമാണ് ഡിസംബർ 31. ഇന്ത്യയിലെത്തും മുൻപേ തന്നെ ലോകത്തെ പല ഭാഗങ്ങളിലും പുതുവർഷം പിറന്നിട്ടുണ്ടാവും. സമയവ്യത്യാസം മൂലം 26 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ലോകത്തെ പുതുവത്സര ആഘോഷങ്ങൾ. പുതുവർഷം ആഘോഷിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിവരാം. വിവിധ രാജ്യങ്ങളിലെ സമയമേഖലകൾ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ ഓരോയിടത്തും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും പുതുവത്സര ആഘോഷങ്ങൾ. അന്താരാഷ്ട്ര ദിനാങ്കരേഖയ്ക്ക് തൊട്ടുപടിഞ്ഞാറുള്ള ഓഷ്യാനിയൻ രാജ്യമായ കിരിബാത്തിലാണ് ലോകത്ത് ഏറ്റവും ആദ്യം പുതുവർഷമെത്തുന്നത്. കിരിബാത്തിയിൽ പുതുവർഷത്തിന്റെ മണി മുഴങ്ങുമ്പോൾ ഇന്ത്യയിൽ സമയം വൈകിട്ട് 3:30 ന്യൂ ഇയർ ദ്വീപ് എന്നതിനു പകരം ക്രിസ്മസ് ദ്വീപ് എന്നാണ് കിരിബാത്തിയുടെ മറ്റൊരു പേര് എന്നതും കൗതുകകരമാണ്. പരമ്പരാഗത നൃത്തം, വിരുന്ന്, പ്രാർത്ഥനാ ചടങ്ങുകൾ എന്നിവയോടെ ഇവിടെ ആളുകൾ പുതുവർഷം ആഘോഷിക്കുന്നു. കിരിബാത്തിയുടെ കിഴക്കുഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് പുതുവർഷം അവസാനമെത്തുന്നത്. കിരിബാത്തിയിൽ നിന്ന് 750 കിലോമീറ്ററോളം സഞ്ചരിച്ച് സമോവയിലെത്തിയാൽ ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും ഒന്നുകൂടി ന്യൂ ഇയർ ആഘോഷിക്കാം. കിരിബാത്തിക്ക് പിന്നാലെ ന്യൂസിലൻഡിന്റെ ഭാഗമായ ചാറ്റം ദ്വീപിലും പുതുവർഷമെത്തും. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പുതുവർഷത്തിൽ പ്രവേശിക്കും. ഇതോടെ ലോകം ആഘോഷങ്ങളിലേക്ക് കടക്കും. ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിലെയും ഓക്ലൻഡിലെയും പുതുവർഷാഘോഷം ലോക പ്രശസ്തമാണ്. ന്യൂസിലാൻഡിന് ശേഷം സമീപ രാജ്യമായ ഓസ്ട്രേലിയയിലാണ് പുതുവർഷമെത്തുക. ഓസ്ട്രേലിയയിലെ മെൽബൺ, സിഡ്നി, കാൻബറ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം 6:30 പുതുവർഷമാകും. ശേഷം ജപ്പാൻ, ചൈന, ഇന്ത്യ എന്നിങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളും 2025 സ്വീകരിക്കും. പുതുവർഷം ഏറ്റവും വൈകിയെത്തുന്നത് അമേരിക്കയിലെ ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. ജനുവരി 1 വൈകിട്ട് 5:30 ഇവിടെ പുതുവർഷം പിറക്കുക. അന്താരാഷ്ട്ര ദിനാങ്കരേഖ കരയിലൂടെ കടന്നുപോയാൽ ഒരേ രാജ്യത്തു തന്നെ വ്യത്യസ്ത തീയതികൾ ഉണ്ടാകുകയും അത് ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതൊഴിവാക്കാനാണ് ഈ രേഖാംശരേഖ സമുദ്രത്തിലൂടെ മാത്രം പോകുന്നത്. ഇത്തരത്തിൽ രേഖാംശരേഖയിലുണ്ടായ ചെറിയൊരു വളഞ്ഞ വഴിയാണ് കിരിബാത്തിയിലേക്ക് ആദ്യം പുതുവർഷം എത്തിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്കരേഖയിലെത്തുന്ന പുതുവർഷം അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഭൂമി ചുറ്റുവന്ന് യാത്ര തുടങ്ങിയ അതേ സ്ഥലത്തു തന്നെ എത്തും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ എല്ലാ സമയമേഖലകളിലും പുതുവർഷമെത്താൻ 26 മണിക്കൂർ എടുക്കും. ആഘോഷങ്ങളുടെ ആഗോള യാത്രയിലെ ഈ വൈവിധ്യത തന്നെയാണ് പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.